അജിത് കുമാറിന്റെ അമ്മ മോഹിനി അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരണം. അജിത്തിന്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേരാണ് എത്തുന്നത്. തമിഴ് സിനിമാ ലോകത്തെ സൂപ്പർ താരം അജിത് കുമാറിന്റെ മാതാവ് മോഹിനിയമ്മ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. അമ്മയുടെ വേർപാടിന്റെ വാർത്ത അതീവ ദുഃഖത്തോടെയാണ് തമിഴ് സിനിമാ ലോകവും ആരാധകരും സ്വീകരിച്ചത്. അജിത്തിന്റെ അമ്മ ജനിച്ചത് പാകിസ്ഥാന്റെ ഭാഗമായുള്ള കറാച്ചിയിലാണ്. വിഭജനകാലത്ത് സിദ്ധി പാരമ്പര്യമുള്ള അവർ കുടുംബത്തോടൊപ്പം കൊൽക്കത്തയിലേക്ക് മാറി താമസിച്ചു. അവിടെ വെച്ചാണ് പാലക്കാട് അയ്യർ കുടുംബത്തിൽ പിറന്ന അദ്ദേഹത്തിന്റെ പിതാവ് അവരെ കണ്ടുമുട്ടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും വിവാഹം ചെയ്യുന്നതും. അജിത് കുമാറിന്റെ ജീവിതത്തിലെയും കരിയറിലെയും ഏറ്റവും വലിയ താങ്ങും തണലുമായിരുന്നു അമ്മ മോഹിനി. സിനിമയുടെ വലിയ വലിയ ഉയരങ്ങൾ അജിത്ത് കീഴടക്കുന്നത് കണ്ട് ഏറെ സന്തോഷിച്ചിരുന്നു അമ്മ. കൃത്യം 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പ്രായത്തിൽ തന്നെയാണ് അജിത് കുമാറിന്റെ അച്ഛൻ സുബ്രഹ്മണ്യവും മരണമടഞ്ഞത്. 2023 മാർച്ച് 24-നായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മരണവാർത്ത അറിഞ്ഞുടനെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്ര താരങ്ങളും അജിത് കുമാറിനും കുടുംബത്തിനും അനുശോചനം രേഖപ്പെടുത്തി. മാത്രമല്ല, മോഹിനിയമ്മയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനും തമിഴക വെട്രിക്കഴകം അധ്യക്ഷനുമായ വിജയും രംഗത്തെത്തി. ബോക്സ് ഓഫീസിലെ മത്സരങ്ങൾക്കപ്പുറം ഇരുവരും തമ്മിലുള്ള ആഴമേറിയ സൗഹൃദത്തിന്റെ നേർക്കാഴ്ചയായി വിജയ് പങ്കുവച്ച അനുശോചനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തരംഗമാവുകയാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ, കമൽ ഹാസൻ, BJP നേതാവ് K അണ്ണാമലൈ തുടങ്ങി പ്രമുഖരുടെ വലിയൊരു നിര തന്നെ അനുശോചന സന്ദേശങ്ങളുമായി എത്തി. ചെന്നൈയിലെ അജിത്തിന്റെ വസതിയിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിയതാരത്തിന്റെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലുടനീളം ആരാധകരുടെ സന്ദേശങ്ങളും എത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.